നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ അസ്ഥികൂടം കണ്ടെത്തി. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മൃതദേഹം മറവ് ചെയ്തെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലത്തെ 3-ാം ദിവസത്തെ പരിശോധനയിൽ നിർണായക തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുഴിച്ചു പരിശോധിച്ചിരുന്നു. പക്ഷേ യാതൊരു രീതിയിലും ഈ വെളിപ്പെടുത്തലിനനുസരിച്ചുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടായില്ല. പക്ഷേ ഇന്ന് അതിനിർണായകമായ തെളിവാണ് കണ്ടെത്തിയിരിക്കുന്നത്. അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ധർമ്മസ്ഥലയിൽ. സ്പോട്ട് നമ്പർ 6-ൽ നിന്നാണ് അസ്ഥികൂടത്തിൻ്റെ ഭാഗം കണ്ടെത്തിയത്. പക്ഷേ ഇതൊരു മനുഷ്യൻ്റെ അസ്ഥികൂടമാണോ? അതിനൊരു സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. 2 അടി താഴ്ചയിൽ കുഴിച്ചപ്പോഴായിരുന്നു ഇത്തരത്തിൽ അസ്ഥികൾ ഈ കുഴിക്കുന്നവരുടെ കണ്ണിൽ കണ്ടെത്തി. മനുഷ്യൻ്റേതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. കൂടുതൽ പരിശോധനകൾ നടത്തി മാത്രമേ ഈ അസ്ഥികൾ മനുഷ്യൻ്റേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ അസ്ഥിയാണോ എന്നറിയാൻ വിശദമായ പരിശോധന വേണമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് പരിശോധന നടത്തുകയായിരുന്നു. 5 പോയിന്റുകളിലായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധന നടത്തിയത്. പക്ഷേ ഈ പരിശോധനകളിലൊന്നും മൃതദേഹ അവശിഷ്ടമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് നിർണായകമായ ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം SIT തലവൻ പ്രണവ് മൊഹന്തി ബംഗളൂരിൽ നിന്ന് ധർമ്മസ്ഥലയിൽ നേരിട്ടെത്തിയിരുന്നു. മാത്രമല്ല അദ്ദേഹം കാടിനകത്ത് കുഴിച്ചു നോക്കിയ പോയിന്റുകളിൽ നേരിട്ട് പരിശോധന നടത്തുകയും ചെയ്തു. സാക്ഷി, അതായത് ദൃക്സാക്ഷി പറഞ്ഞ് നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വരുന്നു. ഒരുപാട് പേരെ കൊലപ്പെടുത്തി അവിടെ കൊണ്ട് കുഴിച്ചു മൂടുന്നത് താൻ സാക്ഷിയായിട്ടുണ്ട്, താൻ പേടിച്ചാണ് ആരോടും ഒന്നും പറയാതിരുന്നതെന്ന നിർണായകമായ മൊഴി വരുന്നു. ആ സാക്ഷി പറഞ്ഞതനുസരിച്ച് അന്വേഷണ സംഘം അതിരുകെട്ടി സുരക്ഷിതമാക്കിയ 8 പോയിന്റുകളാണ് ഇനി ബാക്കിയുള്ളത്. ഇതിൽ ഇനി 3 എണ്ണം കാടിനുള്ളിലാണ് ആയിരിക്കുന്നത്. എന്തായാലും ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുകയാണ്. മനുഷ്യൻ്റേതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. വളരെ സങ്കീർണത നിറഞ്ഞ, ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന, ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്ന ഒരു കേസാണിത്. അപ്പോൾ അത്രയും ഗൗരവത്തോടെയാണ് കേസ് പരിഗണിക്കപ്പെടുന്നത്. ഇനി അസ്ഥികൂടം കണ്ടെത്തിയാൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്, ഇനി മനുഷ്യരെ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ അസ്ഥി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു അസ്ഥികൂടമൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് കിട്ടിയാൽ തന്നെ അത് ആരൊക്കെയാണ്, ഇത് ആരുടേതാണ് ഈ അസ്ഥികൂടം, ആരൊക്കെയാണ് മരിച്ചത്, ഇതൊക്കെ കണ്ടെത്തുക വലിയൊരു വെല്ലുവിളി തന്നെയാണ്. 4 പോയിന്റുകൾ നേത്രാവതി നദിയോട് ചേർന്നുള്ള ദേശീയപാതയിലാണ് ആയിരിക്കുന്നത്. മറ്റൊന്ന് നേത്രാവതി സ്നാനഘട്ടത്തിൽ നിന്ന് ആജക്കുരയിലേക്ക് പോകുന്ന ചെറു റോഡിലാണ് ഒരു സ്പോട്ടുള്ളത്. മറ്റൊരു സ്പോട്ട് കന്യാടി എന്നിടത്തെ സ്വകാര്യ ഭൂമിയിലാണ്. 2 പോയിന്റുകളുണ്ട്. എന്തായാലും ശുചീകരണ തൊഴിലാളി ഇത്തരത്തിലുള്ള നിർണായകമായ വെളിപ്പെടുത്തലുകളും ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പരിശോധിക്കാൻ SITക്ക് പ്രത്യേക അനുമതി വേണ്ടിവരും. ഓരോ പോയിന്റിലും സാക്ഷി ആവശ്യപ്പെടുന്നതിൽ കൂടുതൽ ചുറ്റളവിലാണ് അന്വേഷണ സംഘം കുഴിച്ചു പരിശോധന നടത്തുന്നത്. എന്തായാലും നിർണായകമായ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥല കേസ് അന്വേഷണ സംഘത്തിന് പുതിയ ഓഫീസ് തുറന്നിട്ടുണ്ട്. മംഗളൂരു കത്രിയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഓഫീസ് തുറന്നത്. കേസുമായി ബന്ധപ്പെട്ട് വിവരങ്ങളോ പരാതികളോ രഹസ്യമായി അറിയിക്കാനുള്ള പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറും ഇമെയിൽ ID നൽകിയിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പർ ഇങ്ങനെയാണ്: 0824 200 5301 എന്ന നമ്പറിൽ വിവരങ്ങൾ വിളിച്ചറിയിക്കാം. മറ്റൊരു നമ്പറായ 8277986369 എന്ന നമ്പറിലേക്കും കേസുമായി ബന്ധപ്പെട്ട പരാതികളോ വിവരങ്ങളോ വാട്സാപ്പായി സന്ദേശം അയക്കാവുന്നതാണ്. മാത്രമല്ല മറ്റൊരു സൈറ്റ് sitdps@ksp.gov.in എന്ന മെയിൽ IDയിലും വിവരങ്ങൾ നൽകാവുന്നതാണ്. സാക്ഷി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പോയിന്റുകളിൽ പ്രത്യേക അന്വേഷണ സംഘം കുഴിച്ച് പരിശോധന നടത്തുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി 5 പോയിന്റുകളിൽ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ദൃക്സാക്ഷി പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന ഒരു സംശയമൊക്കെ ഉയർന്നതാണ്. പക്ഷേ ഇന്ന് നിർണായകമായ അസ്ഥി കണ്ടെത്തിയിരിക്കുകയാണ്. ധർമ്മസ്ഥലയിൽ 100ഓളം മൃതദേഹം കുഴിച്ചുമൂടിയെന്നാണ് മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. സാക്ഷി കാണിച്ചു കൊടുത്ത എല്ലാ സ്പോട്ടുകളും പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ജിയോ ടാഗിംഗ് നടത്തിയിരുന്നു. ജിയോ ടാഗിങ്ങിനൊപ്പം സർവേ കല്ലിന് സമാനമായ ഒരു അടയാളവും ഈ ഭൂമിയിൽ പതിച്ചിട്ടുണ്ടായിരുന്നു. ധർമ്മസ്ഥല ട്രസ്റ്റിന് കീഴിലോ മറ്റു സ്വകാര്യ വ്യക്തികളുടെ പേരിലോ ഉള്ള ഭൂമിയിലെ സ്പോട്ടുകൾ കുഴിച്ചു പരിശോധിക്കുന്നത് അന്വേഷണ സംഘത്തിന് കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത്. ഇതിന് കോടതിയുടെ പ്രത്യേക അനുമതി വേണ്ടിവരും. താൻ മൃതദേഹം മറവ് ചെയ്തെടുത്ത് നിന്ന് കുഴിച്ചെടുത്തതെന്ന് അവകാശപ്പെട്ട സാക്ഷി കോടതിയിൽ നൽകിയ തലയോട്ടിയിലെയും അതിൽ പറ്റിയിട്ടുള്ള മണ്ണിൻ്റെയും ഫോറൻസിക് പരിശോധന നടക്കുകയാണ്. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങാടി താലൂക്കിലെ ക്ഷേത്ര നഗരിയായ ധർമ്മസ്ഥല ദുരൂഹതകളുടെ ഒരു കൂമ്പാരമുള്ള സ്ഥലമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അവിടെ നടന്ന ദുരൂഹതകളുടെ ചുരുളഴിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി നിറഞ്ഞ
കടമ്പയായി മാറിയിരിക്കുകയാണ്. ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 100-ലധികം സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അതാണ് ഏറ്റവും നിർണായകമായി മാറിയത്. മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ ആ വെളിപ്പെടുത്തലിലെ സത്യം എത്രയുണ്ട് എന്ന് തെളിയുമെന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം. കർണാടകയും രാജ്യവും പ്രത്യേകിച്ച് കേരളവും ഒന്നടങ്കം ഞെട്ടിയ ഒരു സംഭവമായിരുന്നു ഇത്. പ്രത്യേകിച്ച് ഒരു മലയാളി കൂടി കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള ഒരു വിവരങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിർണായകമായ കണ്ടെത്തലുകൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂപ്പർവൈസറുടെ ഭീഷണിക്ക് വഴങ്ങി 100 കണക്കിന് മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടി ഇതിൽ പലതും ക്രൂര ബലാത്സംഗത്തിന് ശേഷം കൊലപ്പെടുത്തിയ സ്ത്രീകളുടേതും കുട്ടികളുടേതുമായിരുന്നു എന്നുമായിരുന്നു ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തൽ. തൻ്റെ ജീവനും അപകടത്തിലാണെന്ന് ഭയന്നിട്ട് 2014 ജോലി വിട്ടു. കുറ്റബോധത്തിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ പരസ്യമായി താൻ പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇങ്ങനെയൊരു സ്ഥലമോ എന്ന ചോദ്യം പിന്നാലെ ഉയരുന്നു. എല്ലാവരും വളരെയധികം ഭയത്തോടെ, അതായത് ഒരുപാട് പേരെ ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയൊരു സ്ഥലം, തീർച്ചയായിട്ടും ഇത് മനുഷ്യൻ്റെ ജീവൻ ഇത്ര വിലയേ ഉള്ളോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യമായിരുന്നു. എന്തുകൊണ്ട് ഇതൊന്നും ഇതുവരെ പുറത്തു വന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ആരും പുറലോകം അറിഞ്ഞില്ല? പുറലോകം അറിഞ്ഞെങ്കിൽ തന്നെ ആരും ഒരു ഇടപെടൽ നടത്താതിരുന്നത് എന്താണ്? ഇപ്പോൾ ശുചീകരണ തൊഴിലാളി അദ്ദേഹത്തിൻ്റെ ജീവൻ പേടിച്ചൊന്നും പുറത്ത് പറയാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ക്രിമിനലുകൾ, ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും വളരെ നിർണായകമായ ഒരു കേസായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട അജ്ഞാത പരാതിക്ക് പിന്നിൽ കേരള സർക്കാരാണെന്ന് കർണാടക BJP നേതാവ് വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് കർണാടകയിലെ ഒരു ആഭ്യന്തര പ്രശ്നമായി ഇത് മാറിയിരിക്കുകയാണ്. കേരളത്തിനാണ് ഈ വിഷയത്തിൽ കൂടുതൽ താല്പര്യം എന്നാണ് ഈ കർണാടകയിലെ ചില നേതാക്കന്മാരുടെ വിമർശനം. ഈ കേസിന്റെ ഉത്ഭവം കേരളത്തിൽ നിന്നാണെന്നാണ് കർണാടക നിയമസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ അശോക ആരോപിച്ചത്. പരാതിക്ക് പിന്നിൽ ഒരു അദൃശ്യ കരമുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അത് കേരള സർക്കാരിൻ്റെതാണ്. ചിലർ മനഃപൂർവ്വം കേസ് സങ്കീർണമാക്കുകയാണ്. ആരോപണങ്ങൾ ഉന്നയിച്ചത് ഒരു മുസ്ലിം വ്യക്തിയാണെന്നും ഈ കേസിന്റെ മുഴുവൻ പശ്ചാത്തലവും കേരളവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെന്നും അശോക് കുറ്റപ്പെടുത്തി. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ച നടപടിയെ അദ്ദേഹം സ്വാഗതം ചെയ്തു. SIT അന്വേഷണ തീരുമാനം സ്വാഗതാർഹമാണ്. അതിനെ ധർമ്മസ്ഥല അതോറിറ്റിയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പറയപ്പെടുന്ന പുരോഗമന ഗ്രൂപ്പുകൾ നാളെ ഒരു പക്ഷേ SITയുടെ കണ്ടെത്തലുകൾ അംഗീകരിക്കില്ലെന്ന് താൻ ഭയപ്പെടുന്നു. അവർക്ക് അനുകൂലമാണ് റിപ്പോർട്ടെങ്കിൽ അവർ അംഗീകരിക്കും. അല്ലാത്ത പക്ഷം അന്വേഷണത്തിൽ അപാകതയുണ്ടെന്ന് അവർ കുറ്റപ്പെടുത്തുമെന്നും അശോക പറഞ്ഞു. പരാതിക്കാരൻ ഇട്ടത് ബോംബാണോ പൊട്ടാസാണോ എന്ന് കാത്തിരുന്ന് കാണാമെന്നും BJP നേതാവ് വ്യക്തമാക്കി. ധർമ്മസ്ഥല കേസ് കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനു പിന്നിലെ ഗൂഢാലോചന അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിനുശേഷം താൻ കൂടുതൽ പ്രതികരിക്കാമെന്നാണ് അശോക പറഞ്ഞത്. അതേസമയം ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ച വെളിപ്പെടുത്തൽ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം നേത്രാവതി നദിക്കരയിൽ മണ്ണ് നീക്കി നടത്തിയ ആദ്യ പരിശോധനയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായിട്ടില്ല. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട 100 കണക്കിന് പെൺകുട്ടികളെയും സ്ത്രീകളെയും ധർമ്മസ്ഥലയിൽ മറവ് ചെയ്തതായി വെളിപ്പെടുത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയുടെ സാന്നിധ്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ മണ്ണ് നീക്കി പരിശോധന നടത്തിയത്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച 13 സ്ഥലങ്ങളിൽ ഒരിടത്താണ് കഴിഞ്ഞ ദിവസം കുഴിച്ചത്. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മൃതദേഹം മറവ് ചെയ്തെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലത്തെ 3-ാം ദിവസത്തെ പരിശോധനയിൽ നിർണായക തെളിവ് അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്പോട്ട് നമ്പർ 6-ൽ നിന്നാണ് അസ്ഥികൂടത്തിന്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. 2 അടി താഴ്ചയിൽ കുഴിച്ചപ്പോഴായിരുന്നു ഈ കുഴിയിൽ നിന്നും മനുഷ്യൻ്റേതെന്ന് കരുതുന്ന അസ്ഥികൾ കണ്ടെത്തിയത്. പക്ഷേ ഇത് മനുഷ്യൻ്റേതാണോ എന്ന് സ്ഥിരീകരണമായിട്ടില്ല. കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ ഈ കണ്ടെത്തിയ അസ്ഥി മനുഷ്യൻ്റേതാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 2 ദിവസമായി അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. 5 പോയിന്റുകളിൽ നടത്തിയ പരിശോധന, പക്ഷേ മൃതദേഹ അവശിഷ്ടമായി ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ അസ്ഥി കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ ദിവസം SIT തലവൻ പ്രണവ് മൊഹന്തി ബംഗളൂരിൽ നിന്ന് ധർമ്മസ്ഥലയിൽ നേരിട്ടെത്തി കാടിനകത്ത് കുഴിച്ചു നോക്കിയ പോയിന്റുകളിൽ നേരിട്ട് പരിശോധന നടത്തിയിരുന്നു. സാക്ഷി പറഞ്ഞതനുസരിച്ച് അന്വേഷണ സംഘം അതിരുകെട്ടി സുരക്ഷിതമാക്കിയ 8 പോയിന്റുകളാണ് ഇനി ബാക്കിയുള്ളത്. ഇതിൽ ഇനി 3 എണ്ണം കാടിനുള്ളിലാണ്. ധർമ്മസ്ഥലയിൽ 100ഓളം മൃതദേഹം കുഴിച്ചുമൂടിയെന്നാണ് മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. ഇതനുസരിച്ചാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുന്നത്.